കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. 1187 അപ്രത്യക്ഷമായ ക്രിസ്തുവിന്റെ യഥാർത്ഥ കുരിശ് ഗലീലയിലെ തിബേരിയാസ് കടലിന്റെ സമീപത്തുള്ള ഹാറ്റിൻ യുദ്ധത്തിലാണ് തിരികെ കിട്ടിയത്. കുരിശ് യുദ്ധക്കാർ സുൽത്താൻ സലാദിനെതിരെ വിജയം നേടിയത് വഴിയാണ് വിശുദ്ധ കുരിശ് നേടിയെടുത്തത്. യുദ്ധത്തിൽ അവർ തോറ്റുവെങ്കിലും ജെറുസലേം സുൽത്താന്റെ കീഴിലായി. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ കുരിശ് വീണ്ടും അപ്രത്യക്ഷമായി. വിശുദ്ധ കുരിശ് നഷ്ടപ്പെട്ട വാർത്ത കേട്ട് 3-ാം ഉർബൻ പാപ്പ വീണു മരിച്ചു എന്നാണ് ഐതിഹ്യം. 4-ാം കുരിശ് യുദ്ധത്തിന്റെ പരിണിത ഫലമായി കോൺസ്റ്റാന്റിനോപ്പിളിൽ സൂക്ഷിച്ചിരുന്ന കുരിശിന്റെ ഭാഗം വെനീസിലെത്തി. ജെറുസലേമിൽ സ്ഥാപിക്കാനായിരുന്നു ശ്രമമെങ്കിലും അത് പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിളിൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൽ തന്നെ എത്തി. ഫാറോസിന്റെ പ്ലാറ്റിനം ചാപ്പലിൽ ഉണ്ടായിരുന്ന തിരുശേഷിപ്പ് പുതിയ സാമ്രാജ്യത്തിനും വെനീഷ്യൻസിനുമായി വിഭജിച്ചു. എന്നാൽ പിന്നീടുണ്ടായ ഭീഷണികളാലും പാപ്പരത്വത്താലും വെനീഷ്യൻസ് അവരുടെ തിരുശേഷിപ്പ് വിറ്റു. 1238 വിശുദ്ധ ലൂയിസ് കുരിശിന്റെ 2 ഭാഗങ്ങളും വാങ്ങിച്ചു. പിന്നീട് 1242 മറ്റു തിരുശേഷിപ്പുകളും, അതായത് മുൾമുടി, തിരുവിലാവിൽ കുത്തിയ കുന്തം തുടങ്ങിയവ വാങ്ങിച്ചു. പിന്നീട് അവ പാരീസിലെ പുതുതായി നിർമ്മിച്ച ചാപ്പലിൽ പ്രതിഷ്ഠിച്ചു. എന്നാൽ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് 1794 കുരിശിന്റെ ഭാഗങ്ങൾ വീണ്ടും അപ്രത്യക്ഷമായി. പിന്നീട് കണ്ടെത്തിയ കുരിശിന്റെ ഭാഗങ്ങളും വിശുദ്ധ അണിയും പാരീസിലെ നോട്രാഡാം കത്തീഡ്രലിലേക്ക് മാറ്റുകയും ചെയ്തു. കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ വൻ അഗ്നിബാധയെയും ഈ തിരുശേഷിപ്പുകൾ അതിജീവിച്ചു എന്നത് ശ്രദ്ധേയമാണ്. മധ്യകാലഘട്ടം മുതൽ ലോകമെമ്പാടും വിതരണം ചെയ്യപ്പെടുകയും വിൽക്കപ്പെടുകയും ചെയ്ത ഈശോയുടെ മരക്കുരിശിന്റെ തിരുശേഷിപ്പുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൂജ്യമായി പരിപാലിക്കപ്പെടുന്നു. ഇതുവരെ നടന്ന പഠനങ്ങളുടെയും അപഗ്രഥനങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഈശോയുടെ യഥാർത്ഥ കുരിശിന്റെ 10 ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈശോയുടെ മരക്കുരിശിന്റെ ഏറ്റവും വലിയ ഭാഗം ഗ്രീസിലെ മൗണ്ട് ആത്തോസ് ആശ്രമത്തിൽ സംരക്ഷിച്ചിരിക്കുന്നു. മറ്റു ഭാഗങ്ങൾ റോം, ബ്രസൽസ്, വെനീസ്, ഗേന്റ്, പാരീസ് എന്നിവിടങ്ങളിൽ സംരക്ഷിക്കുന്നു.